വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റിന് വലിയ ആവശ്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ആവശ്യക്കാരുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിലുണ്ട് എങ്കിൽ പോലും ആ പ്രോഡക്റ്റുകൾക്ക് വലിയ വിലയാണ്. നമുക്കെന്നാൽ ആ വിലയിൽ നിന്ന് കോമ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജസ്റ്റ് ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കണം, അതിനുശേഷം മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. രണ്ടും അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇന്നിവിടെ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റൂം ഫ്രഷ്നർ ആണ്. പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം, എന്നാൽ ഇവിടെ ഒരു വിധമാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സാൻഡൽ ആണ് അതിന്റെ മണമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഓഫീസുകളിൽ വിൽക്കാൻ പറ്റും, ലോഡ്ജുകളിൽ വിൽക്കാൻ പറ്റും, കടകളിൽ വിൽക്കാൻ പറ്റും, വീടുകളിൽ വിൽക്കാൻ പറ്റും, റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, എവിടെ വേണമെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം എവിടെ ഒരു ബാഡ് സ്മെൽ ഉണ്ടോ അവിടെ റൂം ഫ്രഷ്നർ അത്യാവശ്യമായി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇത് വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, അനുപാതം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് പറയുന്നത്. ഇതിന് വേണ്ടത് മണമില്ലാത്ത ഈഥൈൽ ആൽക്കഹോൾ ആണ്. അത് 1 ലിറ്റർ. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ലഭ്യമാകും. പിന്നെ വേണ്ടത് സാൻഡൽ ഓയിൽ ആണ് വേണ്ടത്, 10 മില്ലി. 2 ഐറ്റമാണ് ഇതിന് വേണ്ടത്. ഈ ആൽക്കഹോളിലേക്ക് ഓയിൽ കലർത്തിയ ശേഷം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം പാക്ക് ചെയ്യുക. അത്രയും ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഇവിടെ നമുക്ക് റൂം ഫ്രഷ്നർ കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അതിന് നമുക്ക് പലതരത്തിലുള്ള ബോട്ടിലുകൾ വരുന്നുണ്ട്. ആ ബോട്ടിലുകളൊക്കെ നമുക്ക് ഈ പറഞ്ഞ കെമിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ സോപ്പ് സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളിൽ ലഭിക്കും. ഇനി അഥവാ ലഭിക്കുന്നില്ലെങ്കിൽ കമന്റിൽ വന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ അത് ലഭിക്കുന്നതിന്റെ ഓൺലൈൻ ലിങ്ക് ഇട്ടുതരാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.